ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ട്രിപ്പ് പോകുവാണ് കേട്ടോ. ട്രിപ്പ് നമ്മളൊരു ബൈക്ക് റൈഡ് പോകണം എന്നാണ് പ്ലാൻ ചെയ്യണേ. അപ്പോൾ നമ്മളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ പുറത്ത് നല്ല മഴയാണ്. ഇത്ര നേരം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ നിർത്താതെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോയതാണെങ്കിൽ മാത്രമേ വ്ളോഗ് ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ വ്ളോഗേ ഉണ്ടാവില്ല. ഇത്ര നേരം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പം നല്ല മഴയായിട്ടുണ്ട്. ഫൈനലി സൂര്യൻ നമ്മളോട് കുറച്ച് കരുണ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇറങ്ങി. മൺസൂണിൽ കവ കാണാൻ നല്ല ഭംഗിയാണെന്ന് കേട്ടിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഇതിനു മുന്നേ പാലക്കാടും കവയും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും മൺസൂണിൽ ഇതുവരെ കവ കണ്ടിട്ടില്ല. ആ ഒരു ആഗ്രഹത്തിന് പുറത്ത് ഇറങ്ങി തിരിച്ചതാണ് കേട്ടോ. ഇപ്പം ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഏറെക്കുറെ പാലക്കാട് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം. ഞാൻ പാലക്കാട് പോയപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം, മലയാളീസിനെക്കാട്ടിലും പാലക്കാട് വിസിറ്റ് ചെയ്യുന്നത് തമിഴ്നാട്ടിലുള്ളവരാണ്. കാരണം കോയമ്പത്തൂരും പാലക്കാടും നമ്മൾ അധികം ദൂരമല്ല. അതുകൊണ്ട് വീക്കെൻഡൊക്കെ അവർ സ്പെൻഡ് ചെയ്യാൻ ചൂസ് ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് പാലക്കാട് എന്നുള്ളത്. മലയാളികൾ കുറവെന്നല്ല, പക്ഷേ അവരെ കമ്പയർ ചെയ്യുമ്പോൾ മലയാളികളുടെ എണ്ണം കുറവ് തന്നെയാണ്. പിന്നെ പോകുന്ന വഴിക്ക് നല്ല കുറേ മലകൾ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അതിൻ്റെ ഇടയിൽ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല അരുവികൾ, ചെറിയ ചെറിയ അരുവികൾ ഈ മലയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒഴുകുന്ന കാണാം. ആ വ്യൂ ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് കേട്ടോ ഈ വഴി ചൂസ് ചെയ്തത്. പക്ഷേ നമുക്കൊരു ഡൗട്ട്, കാരണം ഓപ്പോസിറ്റ് വണ്ടികളൊന്നും വരുന്നില്ല. പോകുന്ന വഴി കറക്റ്റാണോ? പക്ഷേ രണ്ടും കൽപ്പിച്ച് മുന്നോട്ടേക്ക് അങ്ങ് പോയ സമയത്ത് നമ്മൾ കണ്ടൊരു പുഴയാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം അത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ അടിപൊളിയായിരുന്നു ഈ ഒരു പുഴ. ഈ നല്ല ഒഴുക്കുള്ള പുഴ. ഇതിൻ്റെ ഉള്ളിലേക്ക് കുറേ സ്ഥലങ്ങളുണ്ട്, പക്ഷേ മഴയായതുകൊണ്ട് പോകാനൊരു കോൺഫിഡൻസ് ഇല്ല. ഇതൊരു ഡെഡ് എൻഡാണ് കേട്ടോ. ഞാൻ ഡെഡ് എൻഡ് എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം മനസ്സിലാവും. ഓപ്പോസിറ്റ് കാണുന്നതൊക്കെ റിസോർട്ടുകളാണ്. ഈ റിസോർട്ടിനെയും ഈ വഴിയിനെയും കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജിൻ്റെ പണി നടക്കുക. വഴി ഇതാ ഇവിടം വരെ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ അടുത്തുള്ളൊരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ഇനി നമുക്ക് എങ്ങനെയാണ് പോകാൻ പറ്റുക? അങ്ങനെ ചേട്ടൻ പറഞ്ഞ വഴിയിലൂടെയാണ് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. നമുക്കൊരു 6 കിലോമീറ്റർ മാത്രമേ ഈ വഴി കൂടെ പോയാലെടുക്കൂ. നമ്മൾ മെയിൻ റോഡ് ചൂസ് ചെയ്യുകയാണെങ്കിൽ 24 കിലോമീറ്റർ എടുക്കും നമ്മൾ ആ വഴിയിലെത്താൻ. പക്ഷേ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത്ര നല്ല വഴിയല്ല, നല്ല കുണ്ടും കുഴിയുണ്ട്. പക്ഷേ നമ്മൾ രണ്ടും കൽപ്പിച്ച് അങ്ങ് പോയ സമയത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും മഴയും പെയ്യാൻ തുടങ്ങി. നമ്മൾ മൺസൂണിലെ കവ കാണാൻ വന്നതാണല്ലോ. അതുകൊണ്ട് ഈ ഒരു സ്ഥലം, അതായത് നമ്മൾ ഇത്രയും നേരം യാത്ര പുറപ്പെട്ടിട്ട് ഈ സ്ഥലത്ത് എത്തിയപ്പോഴാണ് മഴ പെയ്യുന്നത്. അതുവരെ ഒരു സ്ഥലത്ത് പോലും നമുക്ക് മഴ കിട്ടിയിട്ടില്ല. കറക്റ്റ് കവ എത്താറായ സമയത്താണ് ആ മഴ പെയ്തു തുടങ്ങിയത്. ഇത് കവയുടെ റോഡിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. കാറൊക്കെ വരികയാണെങ്കിൽ ഇവിടെ നിർത്തിയിട്ടിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ റോഡ് കുറച്ച് അബദ്ധമാണ്. അപ്പോൾ വണ്ടി നിർത്തിയിട്ടിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. കാറൊക്കെ പോവുകയാണെങ്കിൽ കാറിൻ്റെ അടി തട്ടും. അതുകൊണ്ട് ആൾക്കാരൊക്കെ ഈ റോഡിൻ്റെ സൈഡിൽ വണ്ടി നിർത്തിയിട്ടിട്ടാണ് പോവുക. പക്ഷെ നമ്മൾ ബൈക്കിലായതുകൊണ്ട് അവിടെ വരെ നമുക്ക് പോകാൻ വേണ്ടി പറ്റി. ഇനി നിങ്ങൾ കവ കണ്ടു നോക്ക്, എങ്ങനെയുണ്ട് മൺസൂണിലെ കവയ്ക്ക് ഭംഗിയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഞാൻ ആ വഴിയിൽ കൂടെ ഒക്കെ വന്നിട്ടും ഈ വ്യൂ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ക്യാമറ എത്രത്തോളം ജസ്റ്റസ് കാണിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ വ്യൂ അത്രയ്ക്കും അടിപൊളിയായിരുന്നു. ഈ ഒരു സ്ഥലത്ത് നമ്മൾ എത്ര നേരം നിന്നു എന്നറിയില്ല, അത്രയ്ക്കും അടിപൊളി. കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഈ മൺസൂണി വ്യൂ ആസ്വദിക്കാൻ വന്നവർ. കറക്റ്റ് സമയത്ത് മഴയും പെയ്തു. നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് വ്യൂ ആസ്വദിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. പോരുന്ന വഴിക്ക് കണ്ട അരുവികളാണ് കേട്ടോ, കുറേ അരുവികളുണ്ട്. അടിപൊളിയായിരുന്നു. അപ്പോൾ മൺസൂണിലെ കവ അടിപൊളിയാണ്. നിങ്ങളും ഒന്ന് പോയി നോക്കൂ കേട്ടോ.